ഹായ് ഫ്രണ്ട്സ്, വാർത്താവിനിമയ മേഖലയിലെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് തപാൽ സംവിധാനത്തെക്കുറിച്ചാണ്. തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യമാണ് ഈജിപ്റ്റ്. തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ രാജ്യമാണ് ഈജിപ്റ്റ്. ആധുനിക തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ഇംഗ്ലണ്ടാണ്. തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ഈജിപ്റ്റ് ആണെങ്കിൽ ആധുനിക തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യമാണ് ഇംഗ്ലണ്ട്. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം ആരംഭിച്ച ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം ആരംഭിച്ച ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ലോക തപാൽ ദിനമാണ് ഒക്ടോബർ 9. എക്സാമുകളിൽ ആവർത്തിക്കുന്ന ചോദ്യമാണ്. ലോക തപാൽ ദിനവും ദേശീയ തപാൽ ദിനവും ഇത് രണ്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ലോക തപാൽ ദിനം ആദ്യം വരുമ്പോൾ ദേശീയ തപാൽ ദിനം രണ്ടാമതാണ് വരുന്നത്. ആ ഓർഡറിലൊന്ന് ഓർത്തു വയ്ക്കാം. ലോക തപാൽ ദിനം ഒക്ടോബർ 9 ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10. പറഞ്ഞു നോക്കാം. തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യമാണ് ഈജിപ്റ്റ്. ആധുനിക തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ഇംഗ്ലണ്ടാണ്. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം ആരംഭിച്ച ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ലോക തപാൽ ദിനമാണ് ഒക്ടോബർ 9. ദേശീയ തപാൽ ദിനമാണ് ഒക്ടോബർ 10. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ത്യയിൽ തപാൽ സംവിധാനം നിലവിൽ വന്ന വർഷം 1766. ഇന്ത്യയിൽ തപാൽ സംവിധാനം നിലവിൽ വന്ന വർഷമാണ് 1766. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം നിലവിൽ വന്നത് 1854. ഇന്ത്യയിൽ തപാൽ സംവിധാനം നിലവിൽ വന്ന വർഷമാണ് 1766. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ച വർഷം 1854. ഇന്ത്യയിൽ തപാൽ സംവിധാനം നിലവിൽ വന്നപ്പോൾ ബംഗാളിലെ ഗവർണറായിരുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ഇന്ത്യയിൽ തപാൽ സംവിധാനം നിലവിൽ വന്നപ്പോൾ ബംഗാളിലെ ഗവർണറായിരുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചപ്പോഴുള്ള ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. നോട്ടിയ, ഇന്ത്യയിൽ തപാൽ സംവിധാനം നിലവിൽ വന്ന വർഷം 1766. ഈ സമയത്ത് ഇന്ത്യയിൽ തപാൽ സംവിധാനം നിലവിൽ വന്നപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ച വർഷം 1854. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചപ്പോഴുള്ള ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ഇന്ത്യയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് കൊൽക്കത്തയിലാണ്. 1727 കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. ഇന്ത്യയിൽ ആദ്യമായി ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായതും കൊൽക്കത്തയിൽ തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 1727. ഇന്ത്യയിൽ ആദ്യമായി ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 1774 കൊൽക്കത്തയിൽ തന്നെയാണ്. ഇന്ത്യയിൽ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇന്ത്യയിൽ തപാൽ സംവിധാനം നിലവിൽ വന്ന വർഷമാണ് 1766. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ച വർഷം 1854. ഗവർണർ ജനറൽമാരിനെ മാറിപ്പോരുത്. ഇന്ത്യയിൽ തപാൽ സംവിധാനം നിലവിൽ വന്നപ്പോൾ ബംഗാളിലെ ഗവർണറായിരുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചപ്പോഴുള്ള ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ഇന്ത്യയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 1727 കൊൽക്കത്തയിലാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ജനറൽ പോസ്റ്റ് ഓഫീസും സ്ഥാപിതമായത് കൊൽക്കത്തയിൽ തന്നെയാണ് 1774.
ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പുതിയ പേരാണ് ഇന്ത്യ പോസ്റ്റ്. ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പുതിയ പേരാണ് ഇന്ത്യ പോസ്റ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം ആരംഭിച്ച വർഷമാണ് 1880. ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം ആരംഭിച്ച വർഷം 1880. മണി ഓർഡർ വഴി ഒറ്റത്തവണ അയക്കാവുന്ന ഏറ്റവും വലിയ തുക 5000 രൂപയാണ്. മണി ഓർഡർ വഴി ഒറ്റത്തവണ അയക്കാവുന്ന ഏറ്റവും വലിയ തുക 5000 രൂപയാണ്. ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ ഏർപ്പെടുത്തിയ വർഷമാണ് 1972 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ഏർപ്പെടുത്തിയ വർഷമാണ് 1972 ഓഗസ്റ്റ് 15. പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം 6 പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം 6. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം 9. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം 9. 9ാമത്തെ പോസ്റ്റൽ സോണായി കണക്കാക്കപ്പെടുന്നത് ആർമി പോസ്റ്റൽ സർവീസ് ആണ്. 9ാമത്തെ പോസ്റ്റൽ സോണായി കണക്കാക്കപ്പെടുന്നത് ആർമി പോസ്റ്റൽ സർവീസ് ആണ്. കേരളം ഉൾപ്പെടുന്ന സദേൺ സോൺ ആരംഭിക്കുന്ന അക്കം 6. കേരളം ഉൾപ്പെടുന്ന സദേൺ സോൺ ആരംഭിക്കുന്ന അക്കം 6. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പുതിയ പേരാണ് ഇന്ത്യ പോസ്റ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം ആരംഭിച്ച വർഷമാണ് 1880. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ അല്ലേ. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സർക്കിളിന്റെ എണ്ണം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, 23. ഇന്ത്യയിലെ ആകെയുള്ള പോസ്റ്റൽ സർക്കിളിന്റെ എണ്ണം 23. ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം ആരംഭിച്ച വർഷമാണ് 1880. മണി ഓർഡർ വഴി ഒറ്റത്തവണ അയക്കാവുന്ന ഏറ്റവും വലിയ തുകയാണ് 5000 രൂപ. ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ഏർപ്പെടുത്തിയ വർഷം 1972 ആഗസ്റ്റ് 15. പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം 6. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം 9. ഇന്ത്യയിലെ ആകെയുള്ള പോസ്റ്റൽ സർക്കിളിന്റെ എണ്ണം 23. എന്നാൽ ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം 9. അതൊന്ന് നോട്ട് ചെയ്യാം. 9ാമത്തെ പോസ്റ്റൽ സോണായി കണക്കാക്കപ്പെടുന്നത് ആർമി പോസ്റ്റൽ സർവീസ് ആണ്. കേരളം ഉൾപ്പെടുന്ന സദേൺ സോൺ ആരംഭിക്കുന്ന അക്കമാണ് 6. അപ്പോൾ ഇവിടെ അക്കങ്ങൾ മാറിപ്പോകരുത്. പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം 6. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം 9. ഇന്ത്യയിലെ ആകെയുള്ള പോസ്റ്റൽ സർക്കിളിന്റെ എണ്ണം ചോദിച്ചാൽ 23. കേരളം ഉൾപ്പെടുന്ന സദേൺ സോൺ ആരംഭിക്കുന്ന അക്കവും പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണവും 6 തന്നെയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം, കേരളം ഉൾപ്പെടുന്ന സദേൺ സോൺ ആരംഭിക്കുന്ന അക്കങ്ങളും 6. അടുത്തത് നോക്കാം. ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം ആരംഭിച്ച വർഷം നമ്മൾ പറഞ്ഞു 1880 അല്ലേ. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം ആരംഭിച്ച വർഷമാണ് 1986. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം ആരംഭിച്ച വർഷമാണ് 1986. ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ടെലസ്കോപ്പിന്റെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ടെലസ്കോപ്പിന്റെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ടെലസ്കോപ്പിന്റെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ദിയ വിളക്കിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ സ്റ്റാമ്പ് പുറത്തിറക്കിയത് യുണൈറ്റഡ് നേഷൻസ് പോസ്റ്റൽ സിസ്റ്റമാണ്. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ദിയ വിളക്കിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ സ്റ്റാമ്പ് പുറത്തിറക്കിയത് യുണൈറ്റഡ് നേഷൻസ് പോസ്റ്റൽ സിസ്റ്റമാണ്.
നോട്ട് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ടെലസ്കോപ്പിന്റെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ദിയ വിളക്കിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ സ്റ്റാമ്പ് പുറത്തിറക്കിയത് യുണൈറ്റഡ് നേഷൻസ് പോസ്റ്റൽ സിസ്റ്റമാണ്. ലോകത്തിൽ ആദ്യമായി പോസ്റ്റ് കാർഡ് പുറത്തിറക്കിയ രാജ്യം ഓസ്ട്രേലിയയാണ്. നോട്ട് ചെയ്യുക. ലോകത്തിൽ ആദ്യമായി പോസ്റ്റ് കാർഡ് പുറത്തിറക്കിയ രാജ്യം ഓസ്ട്രേലിയയാണ്. ഇന്ത്യൻ പോസ്റ്റ് കാർഡ് രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് A.M. മോണ്ട്കാത്ത്. ഇന്ത്യൻ പോസ്റ്റ് കാർഡ് രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് A.M. മോണ്ട്കാത്ത്. പോസ്റ്റ് കാർഡുകളെ കുറിച്ചുള്ള പഠനമാണ് ഡെൽറ്റിയോളജി. പോസ്റ്റ് കാർഡുകളെ കുറിച്ചുള്ള പഠനമാണ് ഡെൽറ്റിയോളജി. ലോകത്തിൽ ആദ്യമായി പോസ്റ്റ് കാർഡ് പുറത്തിറക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ. ഇന്ത്യൻ പോസ്റ്റ് കാർഡ് രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് A.M. മോണ്ട്കാത്ത്. പോസ്റ്റ് കാർഡുകളെ കുറിച്ചുള്ള പഠനമാണ് ഡെൽറ്റിയോളജി. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം ആരംഭിച്ച വർഷം 1986-ലാണ്. 1986-ലാണ് ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ടെലസ്കോപ്പിന്റെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ദിയ വിളക്കിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ സ്റ്റാമ്പ് പുറത്തിറക്കിയത് യുണൈറ്റഡ് നേഷൻസ് പോസ്റ്റൽ സിസ്റ്റമാണ്. ലോകത്തിൽ ആദ്യമായി പോസ്റ്റ് കാർഡ് പുറത്തിറക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ. ഇന്ത്യൻ പോസ്റ്റ് കാർഡ് രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് A.M. മോണ്ട്കാത്ത്. പോസ്റ്റ് കാർഡുകളെ കുറിച്ചുള്ള പഠനമാണ് ഡെൽറ്റിയോളജി. പോസ്റ്റൽ സംവിധാനം ആധുനികവൽക്കരിക്കാനുള്ള തപാൽ വകുപ്പിന്റെ സംരംഭമാണ് പ്രൊജക്ട് ആരോ. പോസ്റ്റൽ സംവിധാനം ആധുനികവൽക്കരിക്കാനുള്ള തപാൽ വകുപ്പിന്റെ സംരംഭമാണ് പ്രൊജക്ട് ആരോ. പ്രൊജക്ട് ആരോ ആരംഭിച്ചത് 2008 ഓഗസ്റ്റ് 17-നാണ്. പ്രൊജക്ട് ആരോ ആരംഭിച്ചത് 2008 ഓഗസ്റ്റ് 17-നാണ്. പറഞ്ഞു നോക്കാം. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം ആരംഭിച്ച വർഷമാണ് 1986. ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ടെലസ്കോപ്പിന്റെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ദിയ വിളക്കിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ സ്റ്റാമ്പ് പുറത്തിറക്കിയത് യുണൈറ്റഡ് നേഷൻസ് പോസ്റ്റൽ സിസ്റ്റമാണ്. ലോകത്തിൽ ആദ്യമായി പോസ്റ്റ് കാർഡ് പുറത്തിറക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ. ഇന്ത്യൻ പോസ്റ്റ് കാർഡ് രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് A.M. മോണ്ട്കാത്ത്. പോസ്റ്റ് കാർഡുകളെ കുറിച്ചുള്ള പഠനമാണ് ഡെൽറ്റിയോളജി. പോസ്റ്റൽ സംവിധാനം ആധുനികവൽക്കരിക്കാനുള്ള തപാൽ വകുപ്പിന്റെ സംരംഭമാണ് പ്രൊജക്ട് ആരോ. ഇത് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2008 ഓഗസ്റ്റ് 17-നാണ് പ്രൊജക്ട് ആരോ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസാണ് മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസ്. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസാണ് മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസാണ് മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസ്. രാജ്യത്തിന് പുറത്ത് സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസാണ് അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രി. രാജ്യത്തിന് പുറത്ത് സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസാണ് അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രി. ദക്ഷിണ ഗംഗോത്രിയിൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷമാണ് 1983. ദക്ഷിണ ഗംഗോത്രിയിൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷമാണ് 1983. ദക്ഷിണ ഗംഗോത്രിയിലെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനരഹിതമാണിപ്പോൾ. ദക്ഷിണ ഗംഗോത്രിയിലെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനരഹിതമായ വർഷമാണ് 1990. നോട്ട് ചെയ്യുക. ദക്ഷിണ ഗംഗോത്രിയിൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷമാണ് 1983. 86-ൽ നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു. എന്തായിരുന്നു അത്? ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം ആരംഭിച്ചത്. അത് മറക്കരുത്. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം ആരംഭിച്ച വർഷം 1986 ആണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്.
ദക്ഷിണ ഗംഗോത്രിയിൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷമാണ് 1983. ദക്ഷിണ ഗംഗോത്രിയിലെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനരഹിതമായ വർഷമാണ് 1990. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഗോവ. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഗോവ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണിത്. ഏത് ബില്ലിനാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആദ്യമായി പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചത്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. നമുക്കറിയാം എന്ത് കാര്യത്തിനായിരുന്നു, ഏത് ബില്ലിലാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആദ്യമായി പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ചത് എന്ന് ചോദിച്ചാൽ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ്. ഏത് ബില്ലിലാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആദ്യമായി പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ചത്? പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബിൽ. 1986 പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആദ്യമായി പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ചത്. പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ച പ്രസിഡന്റാണ് ഗ്യാനി സെയിൽ സിംഗ്. പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിൽ പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ച ഇന്ത്യൻ പ്രസിഡന്റാണ് ഗ്യാനി സെയിൽ സിംഗ്. നോട്ട് ചെയ്യുക, ഇന്ത്യൻ പ്രസിഡന്റ് ആദ്യമായി പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ചത് പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് 1986. പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിൽ പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ച ഇന്ത്യൻ പ്രസിഡന്റാണ് ഗ്യാനി സെയിൽ സിംഗ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസാണ് മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസ്. രാജ്യത്തിന് പുറത്ത് സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസാണ് ദക്ഷിണ ഗംഗോത്രി. അന്റാർട്ടിക്കയിലാണ് ദക്ഷിണ ഗംഗോത്രി. നോട്ട് ചെയ്യാം. ദക്ഷിണ ഗംഗോത്രിയിൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 1983 ദക്ഷിണ ഗംഗോത്രിയിലെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനരഹിതമായ വർഷമാണ് 1990. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യൻ പ്രസിഡന്റ് ആദ്യമായി പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ചത് 1986 പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ചത്. പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിൽ പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ച ഇന്ത്യൻ പ്രസിഡന്റാണ് ഗ്യാനി സെയിൽ സിംഗ്. അടുത്തത് നോക്കാം. സൈബർ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. സൈബർ പോസ്റ്റ് ഓഫീസ്. നോട്ട് ചെയ്യുക, പോസ്റ്റ് ഓഫീസാണ്. സൈബർ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ ഹിക്കിമിലാണ്. ഹിമാചൽ പ്രദേശിലെ ഹിക്കിമിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണ്. ഇന്ത്യയിലെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ്. 2013 മാർച്ച് 8 ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 2013 മാർച്ച് 8 ന്യൂഡൽഹിയിലാണ്. ലോകത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലാണ്. 2013 ജൂലൈ 5 കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് തിരുവനന്തപുരത്താണ് സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ് 2013 മാർച്ച് 8. കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 2013 ജൂലൈ 5 തിരുവനന്തപുരത്താണ്. പറഞ്ഞു നോക്കാം. സൈബർ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ ഹിക്കിമിലാണ്. ഇന്ത്യയിലെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണ്.
ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 2013 മാർച്ച് 8 ന്യൂഡൽഹിയിലാണ്. കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 2013 ജൂലൈ 5 തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് തപാൽ വകുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ്. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് പഠിച്ച പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക്